ഹായ് എവറി വൺ, ഞാൻ ഡോക്ടർ ശ്രീവത്സ് മേനൻ. ഹോമിയോപ്പതി രംഗത്ത് കേരളത്തിൽ സ്പെഷ്യാലിറ്റി രംഗത്ത് ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് എയിംസ് ഹോമിയോപ്പതി, RM ഹോമിയോപ്പതി എന്നീ രണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ശൃംഖലകളാണ്. ഈ രണ്ട് ചെയിൻ ഓഫ് ക്ലിനിക്സിലും അലർജി, ആസ്മ, ENT, പിന്നെ മറ്റു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഈ മേഖലകളിലാണ് ഞാൻ കൂടുതലും പ്രവർത്തിക്കുന്നത്. വളരെ കാലമായി പേഷ്യൻസ് ആവശ്യപ്പെടാറുണ്ട്. അവരോട് പറയുന്ന പല കാര്യങ്ങളും ഈ അലർജിയും ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട സാധ്യതകളും ചികിത്സയുടെ പൂർണ്ണതയുമൊക്കെ എന്തുകൊണ്ടൊരു വീഡിയോ ടോക്കായി ചെയ്തുകൂടാ ഡോക്ടർക്ക് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് ഇടയ്ക്ക് എപ്പോഴോ എയിംസ് ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരു ടോക്ക് ഞാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പൊതുവേ ഇത്തരം കാര്യങ്ങളിലൊരു ധൈര്യക്കുറവ് ഇത് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരിക്കാം. ഞാനത് അതിൽ നിന്ന് വിട്ടു തന്നിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ആ പഴയ മുമ്പ് ചെയ്ത ആ ഒരു ടോക്ക് അത്യാവശ്യം വൈറലായെന്നും അത് പലരും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഒരു പ്രാവശ്യം കൂടെ അലർജി, ആസ്മ രോഗങ്ങളുടെയും മറ്റ് അനുബന്ധ രോഗങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ഡീറ്റെയിൽ ഓവർവ്യൂ, ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്താണ്, ഏത് രീതിയിലാണ് ഹോമിയോപ്പതിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് കുറച്ച് ഇൻഫർമേഷൻ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഹോമിയോപ്പതി ആയിരിക്കാം ഏറ്റവും ഡീപ്പായി ഒരു റൂട്ട് കോസ് അനാലിസിസ് ബേസ്ഡായി അലർജിയെ കാണുകയും ജനറലി ഒരു മാനേജ്മെൻറ്റിനപ്പുറത്തേക്ക് ഒരു അലർജിയുടെ തുമ്മൽ നിൽക്കുക, ശ്വാസം മുട്ട് നിൽക്കുക, മറ്റ് അസ്വാസ്ഥ്യങ്ങൾ താൽക്കാലികമായി ഒരറുതി കൊടുക്കുക എന്ന ഒരു വിഷന് അപ്പുറത്തേക്ക് അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് കണ്ടെത്തി, അത് റൂട്ട് കോസ് അനാലിസിസ് ചെയ്ത് കണ്ടെത്തി അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻസും അലർജിയുടെ പല ഇൻഡിക്കേറ്റേഴ്സിനെയും ടെസ്റ്റ് ചെയ്ത് അത് പ്രാഥമികമായുള്ള കേസ് ടേക്കിങ്ങോടുകൂടി അത് കൂടുതൽ വിവരങ്ങളെടുത്ത് അത് വ്യക്തിയാധിഷ്ഠിതവും ഒക്കെ ആയിട്ട് നമുക്ക് 4 ആസ്പെക്ട്സാണ് നമ്മൾ കൂടുതലും നോക്കാറ്. ഒന്ന് വ്യക്തിയുടെ പല പ്രത്യേകതകളും, അതിൽ നമുക്ക് പേഴ്സണാലിറ്റി ഉണ്ട്, ടെമ്പറാമെൻ്റ് ഉണ്ട്, ഡയത്തസിസ് എന്ന് പറയും, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. കൂടുതലും ഒരു ടെക്നിക്കൽ ടേംസാണ് ഹോമിയോപ്പതി ഉപയോഗിക്കുന്നത്. പക്ഷേ അത്തരം ഒരു ആസ്പെക്റ്റിലൂടെ നമുക്ക് ആ വ്യക്തിയെ കൂടുതൽ മനസ്സിലാവുകയും വളരെ വ്യക്തിയാധിഷ്ഠിതമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അലർജിയുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ആസ്മയുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളുടെ പ്രസൻറ്റേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ചാൽ അതൊരിക്കലും മറ്റൊരാളിൽ നിന്നും മറ്റൊരാളോട് സിമിലർ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഒരു വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തതയും ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അറൈവ് ചെയ്യുന്ന ആ ഒരു കൃത്യതയും ഒക്കെ എല്ലാം കൂടെ ഒന്നു ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് ഏറെക്കുറെ എന്നേക്കുമായി ഒരു സൊല്യൂഷനായി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ആദ്യത്തെ കേസ് ടേക്കിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് ചില പ്രധാനപ്പെട്ട ടെസ്റ്റുകളും ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, ഒരു മാനേജ്മെൻറ്റിനാണെങ്കിൽ പലപ്പോഴും ഇതിനൊന്നും ആവശ്യമില്ല. തൽക്കാലം അതിനുള്ള മരുന്നുകൾ കൊടുത്താൽ മതിയാവും. ഒരുപക്ഷെ മറ്റ് ഇതര വൈദ്യശാസ്ത്രങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ മരുന്നുകൾ അവർ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ മരുന്നിന് അടിമപ്പെടുകയും ആ മരുന്ന് നിർത്താൻ സാധിക്കാതാവുകയും അസുഖം മറ്റ് തലങ്ങളിലേക്ക് പോവുകയും കാണുന്ന ഒരു പ്രവണതയാണ്. അത് ഒരുപാട് പേഷ്യൻസിൽ ഒരുപാട് ഡിസാറ്റിസ്ഫാക്ഷനും അങ്ങനെയല്ല വേണ്ടത് എന്നൊരു തോന്നലും, അത് താൽക്കാലികമായി മാത്രമാണ്, അത് മറ്റ് സൈഡ് എഫക്ട്സ് ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിയലുമൊക്കെ ആണ് വലിയൊരു ശതമാനം പേഷ്യൻസിനെ മുമ്പ് ഹോമിയോപ്പതിയിലേക്ക് എത്തിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഈ ഒരു ഇൻഫർമേഷനൊക്കെ പബ്ലിക്കിൻ്റെ ഇടയിൽ പൂൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നേരിട്ട് ഏറ്റവും ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതി വേണം എന്ന നിർബന്ധമുള്ള പേഷ്യൻസിൻ്റെ ശതമാനം ഇപ്പോൾ കൂടി വരുന്നു. അത് ഹോമിയോപ്പതിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. ഇറ്റ് മേക്സ് പീപ്പിൾ ലൈക്ക് മീ വെരി സാറ്റിസ്ഫൈഡ്, നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഐ തിങ്ക് ഈ ഒരു സ്പെഷ്യാലിറ്റി തലത്തിൽ ആദ്യമായി കുറേ അധികം ദൂരം പോകാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് ഈ പേഷ്യൻസിൻ്റെ ആ ഒരു ബിഹേവിയറൽ ആസ്പെക്റ്റ്, ആ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആദ്യം ഹോമിയോപ്പതിയിലേക്ക് വരുന്നത് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു. തീർച്ചയായും ഇത്തരം ചേഞ്ചസ് സൊസൈറ്റിയിൽ വരുന്നത് ഇറ്റ്സ് ഡീപ്ലി വെൽക്കം. അപ്പോൾ ഞാനൊരു ഓവർവ്യൂ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഐ തിങ്ക് ഐ വിൽ കം ലേറ്റർ വിത്ത് ഡീറ്റെയിൽസ്, മച്ച് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഈച്ച് ഡിസീസ്. അപ്പോൾ നമുക്ക് ഒരു പെർമനൻറ്റ് സൊല്യൂഷനോ ഏറെക്കുറെ പെർമനൻറ്റ് സൊല്യൂഷൻ നമുക്ക് ജനറ്റിക്കലായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണോ അലർജി ഉണ്ടായിട്ടുള്ളത്, അതോ
ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ വീടും പരിസരവും മൈക്രോ ഡസ്റ്റും ഒക്കെ കൂടുതലുണ്ടാവുന്ന അത് കാരണം ഉണ്ടാക്കുന്ന ഇസ്നോഫിലിയ പോലത്തെ രോഗങ്ങളാണോ അലർജി ഉണ്ടാക്കുന്നത്, അതോ ഒരു താൽക്കാലികമായി മാത്രമുണ്ടായ ഒരു പ്രതിഭാസമാണ്? ഇങ്ങനെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് ഈ ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ സാധിക്കും. പ്രാഥമികമായിട്ട് നമുക്ക് IgG പോലത്തെ ടെസ്റ്റുകൾ, അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയിരിക്കണം. കാരണം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കണം. അത് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ സാമ്പിൾസൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം അത് റിവ്യൂ ചെയ്യാൻ. എപ്പോഴും ഏത് സമയത്തും എടുത്ത് നോക്കിയാൽ കൃത്യത ഉണ്ടാവണമെന്നില്ല. അതിൽ ഈ അസുഖങ്ങളുള്ള സമയത്തുള്ള വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് കൂടുതലും റെസ്റ്റിംഗ് ലെവലിലുമൊക്കെയാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പം കൂടുതൽ തീവ്രമായ സമയങ്ങൾ അതൊരു സ്പൈക്ക് പോലെ കുറച്ച് ഇടയ്ക്ക് വളരെ കൂടി കാണാറുമുണ്ട്. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ രീതി തന്നെ ആദ്യം ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ ആഴത്തിലുള്ളൊരു കേസ് ടേക്കിംഗ് ഉണ്ടാവുക, രോഗിയെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ തിരിച്ചറിയുക, എന്നിട്ട് പല ഘട്ടങ്ങളായി നമുക്ക് പല പ്രോസസ്സസ് ഉണ്ട്. കേസ് ടേക്കിംഗ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അനാലിസിസ് ചെയ്യണം. ചില അവസ്ഥകളിൽ നമുക്ക് റെപ്പർട്ടറൈസേഷൻ എന്ന പ്രോസസ്സുണ്ട്. എന്നിട്ട് നമ്മളതിനെ അറൈവ് ചെയ്യുന്ന ചിലപ്പോൾ 1 മാസം കഴിഞ്ഞായിരിക്കും പ്രോപ്പറായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇറ്റ് മേക്സ് എ ഇമ്പാക്റ്റ്. അത് നമുക്കൊരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് ചില ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയൊരു മാറ്റം രോഗിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു കാര്യം ഒരു പ്രാഥമിക തലത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൂടെ ചില ഇൻഫർമേഷൻസ് ഇതുപോലെ നമുക്ക് തരാൻ സാധിക്കുന്നതൊക്കെ നിങ്ങൾ തരുന്നതായിരിക്കും. ഞാനും ചിലപ്പോൾ മറ്റു ചില ഡോക്ടേഴ്സും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചു കൂടായില്ല. ഇത് തൽക്കാലം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രോഗത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്രിട്ടിക്കാലിറ്റീനെ കുറിച്ചും അതിലെ പല മാച്ചിങ് അല്ലാത്ത പല ആസ്പെക്ട്സിനെ കുറിച്ചും അതെങ്ങനെ ചെയ്യണം, ചില തിരുത്തൽ ആസ്പെക്ട്സിനെ കുറിച്ചുമൊക്കെ കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. അത് ഹെൽത്ത് കെയർ ഇപ്പോൾ പോകുന്ന രീതിയിൽ നിന്നും ഒരല്പം മാറി ചെയ്യേണ്ടതല്ലേ എന്നൊരു തോന്നലിൽ നിന്നും ഇപ്പോൾ ഞാൻ ലോകമെമ്പാടും ചെയ്യുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ചികിത്സാ മേഖലയിൽ ഈ ഹോളിസ്റ്റിക് തെറാപ്പിയെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ഒരു മെയിൻ സ്ട്രീം മെഡിസിൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസിൽ ഒരു വലിയൊരു ശതമാനം ആൾക്കാരും പോകുന്ന അവരെന്താണ്, എങ്ങനെയാണ് അത് യഥാർത്ഥത്തിൽ ക്രോണിക് ഡിസീസസുകൾക്ക് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് ശരിയായ രീതിയിലാണോ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊന്നും അത്ര തന്നെ ബോധമല്ലാതെയാണോ എന്നൊരു സംശയം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കണം. അപ്പോൾ അത് എന്തിനാണ് ഹോമിയോപ്പതി നല്ലത്, ഏത് അവസ്ഥയിലാണ് മെയിൻ സ്ട്രീം ഹെൽത്ത് കെയർ നല്ലത്, നമ്മൾ അലോപ്പതി എന്ന് വിളിക്കുന്ന പ്രാഥമിക ചികിത്സകളിലൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഹോമിയോപ്പതി തന്നെ ആയിരിക്കണം ഒരു പരിധിവരെ നല്ലത്. അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യതയുള്ളതിന് മാത്രമായിരിക്കാം ചിലപ്പം അലോപ്പതി നല്ലത്. എന്നാൽ ക്രോണിക് ഡിസീസിൽ, പഴകിയ രോഗങ്ങളിൽ, അല്ലെങ്കിൽ ഒരുപാട് കൂടെ വന്നുകൊണ്ടിരിക്കുന്ന റിക്കറൻറ്റ് ഡിസീസസിൽ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് നമ്മൾ വിളിക്കുന്നു, അതിൽ ഹോമിയോപ്പതി തന്നെയല്ലേ ലോകം മുഴുവൻ പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത്. അത് അലോപ്പതി ഡോക്ടർമാർ പോലും ഹോമിയോപ്പതിയിൽ ക്വാളിഫിക്കേഷൻ എടുത്ത്, ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളിലും. അതിൽ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന സ്റ്റുഡൻസിലൊരു 70 മുതൽ 90% വരെ അവിടുത്തെ സ്പെഷ്യലിസ്റ്റുകൾ വരെ അലോപ്പതി ഡോക്ടർമാരും വളരെ ഹയർ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരും ഹോമിയോപ്പതിയിലൊരു ഓറിയൻറ്റേഷന് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒട്ടനവധി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും നമ്മൾ വളരെ പുരോഗമിച്ചു എന്ന് വിളിക്കുന്ന നമ്മുടെ സൊസൈറ്റിയിൽ, കേരളത്തിലെ സൊസൈറ്റിയിലൊക്കെ ഡോക്ടേഴ്സ് അത്ര ഹോമിയോപ്പതിക്ക് അത്ര വാല്യൂ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഹോമിയോപ്പതിയുടെ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് യൂറോപ്പിലെ ഒരു വലിയൊരു ശതമാനം ഡോക്ടേഴ്സ്, ഇപ്പം റൊമേനിയ മാത്രം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരു 20% ഡോക്ടേഴ്സെങ്കിലും 10 to 20% ഡോക്ടേഴ്സെങ്കിലും ഹോമിയോപ്പതി ക്വാളിഫിക്കേഷൻ കൂടിയുള്ളവരാണ്. അവിടെയൊക്കെ പോയി സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അത്ഭുതമാണ് ഈ എന്തുകൊണ്ട് ഇന്ത്യൻ ഹോമിയോപ്പതിയിൽ, ഇന്ത്യൻ സാഹചര്യങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെയധികം ഉണ്ടെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ഹോമിയോപ്പതിയിലേക്കൊരു ഊന്നൽ കൊടുക്കുന്ന ഹോമിയോപ്പതി ഒരു പൂർണ്ണതയോടുകൂടി ചികിത്സിക്കുന്ന ഒരു സാധ്യതയാണ് എന്ന ഒരു ഇൻഫർമേഷൻ പബ്ലിക്കിലേക്ക് എത്തുന്നില്ല. അതെത്തിക്കാൻ ഇതര വൈദ്യശാസ്ത്രങ്ങൾ അനുവദിക്കുന്നില്ല എന്നതും. അത് മാത്രമല്ല, ഹോമിയോപ്പതിയിൽ ഒരുപാട് മെറ്റാ അനാലിസിസും ഒരുപാട് സ്റ്റഡീസും
ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു സ്പ്രിംഗ്ലർ ഉണ്ടാക്കിയ ഒരു സ്റ്റഡിയുണ്ട്, അവർ ഡെവലപ്പ് ചെയ്തൊരു പബ്ലിഷ് ചെയ്തൊരു സ്റ്റഡിയുണ്ട്. അപ്പോൾ ഒരുപാട് എവിഡൻസസ് ചെറിയ കുട്ടികളിലുള്ള ഹോമിയോപ്പതി ആണ് കൂടുതൽ അഡ്വാൻറ്റേജസ് എന്നുള്ള സ്റ്റഡിയൊക്കെ ഇപ്പം പബ്ലിക്കിനിടയിൽ അത് ഒരുപാട് ന്യൂസ് ആയതാണ്. എനിക്ക് തോന്നുന്നു വാട്സാപ്പുകളൊക്കെ വൈറലാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിട്ടില്ല. മെയിൻ സ്ട്രീം ഹെൽത്ത് കെയറിലുള്ള ആൾക്കാർ കൂടുതലും ഹോമിയോപ്പതിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് അവർ പഠിക്കുന്ന കാലത്ത് തന്നെ അതിനോടൊരു വിയോജിപ്പും വെറുപ്പും അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പോലും അവർക്കത് ഒരു പൂർണ്ണതയോടുകൂടി ചികിത്സിക്കാൻ പറ്റുന്നില്ല. ആ മരുന്നുകളും ശീലിച്ച് അവസാനം കൂടുതൽ അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചാണ്. അത് ആ മരുന്നിന് അടിമയാവുന്നു, ആ മരുന്ന് കൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ നോക്കുന്ന ഒരു പൂർണ്ണത അതിൽ വരുന്നില്ല, പാർശ്വഫലങ്ങൾ ഒട്ടനവധി വരുന്നു എന്ന തിരിച്ചറിവ് വരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല അതിനെതിരെ ഇപ്പം ഞാൻ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, ചില ഡോക്ടേഴ്സ് ഇതിനെതിരെ സംസാരിക്കുന്നു. വളരെയധികം ഭയപ്പെടുത്തിക്കൊണ്ട് ഹോമിയോപ്പതി ഉപയോഗിച്ചാൽ ഇങ്ങനെയാവും അങ്ങനെയാവും എന്നൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതിന് പുറമെ എനിക്ക് വിലക്കെടുത്തതാണോ വാങ്ങിയതാണോ എന്നറിയില്ല, ചില ഹോമിയോപ്പതി ഡോക്ടർമാർ വരെ അവരുടെയൊക്കെ ശമ്പളം മേടിച്ചുകൊണ്ട് ഹോമിയോപ്പതിക്കെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം. അത് എനിക്ക് തോന്നുന്നു കൂടുതലും പ്രാക്ടീസിലൊക്കെ പരാജയപ്പെട്ടവരായിരിക്കാം, നല്ലൊരു ഫോർച്യൂൺ നോക്കി പോകുന്നവരായിരിക്കാം. പക്ഷേ എന്ത് തന്നെ അത് എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൽ നിന്നും അവർക്കും ഈ ഒരു പ്രതിസന്ധിയുണ്ട്. ചില ഡോക്ടേഴ്സ് ഇത്തരം ആൻറ്റി ആയുഷ് അല്ലെങ്കിൽ ഹോമിയോപ്പതി ആയുർവേദത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പാളയങ്ങളിൽ പോയി അവിടുത്തെ ശമ്പളം വാങ്ങി ഹോമിയോപ്പതിക്കെതിരെയും ആയുർവേദത്തിനെതിരെയും സംസാരിക്കുന്ന ഒരു പ്രവണത. അവരുടെയൊക്കെ സംസാരങ്ങളൊക്കെ പലപ്പോഴും മാധ്യമങ്ങളിൽ വൈറലാകുന്നു. പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവരുടെ ചില പ്രസക്ത ഭാഗങ്ങളൊക്കെ അവർ റീൽസായി വീണ്ടും വരുന്നു. അപ്പോൾ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ആൻറ്റി ആയുഷ് അല്ലെങ്കിൽ ആൻറ്റി ഹോമിയോപ്പതി പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൽ വഞ്ചിതരാവാതിരിക്കുക. ഹോമിയോപ്പതിയുടെ ഒരു ഓവറോൾ സ്റ്റേറ്റസ് വളരെ ഹ്യൂജാണ്. ഹോമിയോപ്പതി ഒരു സാധാരണക്കാരിലേക്കും ഒക്കെ ഇറങ്ങിച്ചെന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ. എന്നാൽ യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലും അങ്ങനെയല്ല, ഒരു സ്പെഷ്യാലിറ്റി തലത്തിലാണ് ഹോമിയോപ്പതി അവിടെ കാണുന്നത്. ഇപ്പം ഹോമിയോപ്പതി ഇല്ല യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ നിന്ന് പറയുന്നവരോട് പറയാനുള്ളത്, ഹോമിയോപ്പതി അവിടെ ആവണമെങ്കിൽ യൂറോപ്പിലെ 90% രാജ്യങ്ങളിലും ആദ്യം ഒരു അലോപ്പതി ഡോക്ടർ ആവണം, ഒരു MD ആവണം. ഇവിടുത്തെ MBBS അല്ല, MD എന്നാണ് ക്വാളിഫിക്കേഷൻ. അത് ആയതിനു ശേഷമാണ് അവർ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് ഹോമിയോപ്പതി ചെയ്യുന്നത്. അതിന് പല ഐ തിങ്ക് UK-ലും എന്താ പറയുക, നമ്മുടെ ഗ്രീസിൽ, ഐ തിങ്ക് ഫ്രാൻസ്, അങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളിൽ, അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ആണ് മേജർ അക്കാഡമീസ് ഉള്ളത്. അവിടെയൊക്കെ തന്നെ ഒരു 70 to 90% ഡോക്ടേഴ്സ് ക്വാളിഫൈഡ് ആവുന്നത്, ഈ കൂടുതൽ പേരും ക്വാളിഫിക്കേഷൻ എടുക്കുന്നത് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കൺവെൻഷണൽ മെഡിസിൻ മെയിൻ വൈദ്യശാസ്ത്രത്തിൻ്റെ മെയിൻ സ്ട്രീം ഹെൽത്ത് കെയറിൻ്റെ ഡോക്ടേഴ്സാണ്. So let us see, we will start a conversation. I'll try to be as fluid as I can, in trying to communicate what I have to say. I'll do my best. Stay with me. And this is a process coming, and I want you all to support this venture. Initially ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാ പേജിലും ഞാൻ ചെയ്യുന്നുണ്ട്. പോകെ ഞാൻ കൂടുതലും ഞാൻ എൻ്റെ ഒരു പോർട്ടൽ തന്നെ അതിനു വേണ്ടി, കാരണം എൻ്റെ ഇൻസ്റ്റാ പേഴ്സണൽ ഒരു പേജ് കൂടി ആയതുകൊണ്ട് ഫാമിലിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പതുക്കെ ഞാൻ ഇതിൽ നിന്ന് അടർത്തി മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ്. അതും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.